26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. യുദ്ധഭീഷണിയും മാന്ദ്യ ആശങ്കകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയുകയാണ്. യുഎസിലെ ഉയർന്ന പലിശ നിരക്കും ശക്തമായ യുഎസ് ഡോളറുമാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയുമോ അതോ കൂടുമോ എന്നാണ് ആഭരണ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സാധാരണയായി സ്വർണത്തിന് വില കൂടുന്നതാണ് പതിവെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധമുണ്ടായ സമയം മുതൽ വില കുറയുകയാണ് ഉണ്ടായത്. യുദ്ധഭീഷണിയും മാന്ദ്യ ആശങ്കകളും നിലനിൽക്കുമ്പോഴും സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയുകയാണ്. യുഎസിലെ ഉയർന്ന പലിശ നിരക്കും ശക്തമായ യുഎസ് ഡോളറുമാണ് ഇതിന് പ്രധാന കാരണങ്ങളെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കൂടാതെ ദീർഘകാല വിലക്കയറ്റത്തിന് ശേഷം വ്യാപകമായി ഉണ്ടായ ലാഭമെടുപ്പും സ്വർണ്ണവില ഇടിയാൻ കാരണമായി. യുദ്ധം അവസാനിപ്പിച്ച് യുഎസും ഇറാനും താൽക്കാലിക കരാറിലേക്ക് കടന്നത് ക്രൂഡ് ഓയിൽ വില കുറയാൻ കാരണമായിരുന്നു. ഇതോടെ പണപ്പെരുപ്പ ആശങ്ക കുറയുകയും സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധം വീണ്ടും ആരംഭിച്ചതോടെ ക്രൂഡ് ഓയിൽ വില ഉയരുകയും ഇത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുകയുമാണ് ഉണ്ടായത്. ഇറാനുമായുള്ള സമാധാന കരാർ പൊളിഞ്ഞെന്നും വെടിനിർത്തൽ ധാരണ അവസാനിപ്പിക്കുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. പിന്നാലെ യുഎസ് ഡോളർ മുന്നേറുകയും സ്വർണ്ണവില ഇടിയുകയും ചെയ്തു. 2025 അവസാനത്തോടെയാണ് സ്വർണ്ണവിലയിൽ വലിയ വർധനവ് പ്രകടമാകാൻ തുടങ്ങിയത്. 2024 മാർച്ച് 29 വരെ 50,000 രൂപയ്ക്കും താഴെയായിരുന്നു പവൻ വില. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി 1 ലക്ഷം രൂപ കടന്നത്. 1,01,600 രൂപ എന്ന നിരക്കിലായിരുന്നു ഒരു പവൻ സ്വർണ്ണാഭരണത്തിന്റെ വ്യാപാരം ആരംഭിച്ചത്. ഇതിനു പിന്നാലെ ജനുവരി 9-ന് പവൻ വില 1,31,160 രൂപ എന്ന സർവകാല റെക്കോർഡിലുമെത്തി. ഈ വിലയിൽ നിന്ന് പിന്നീട് സ്വർണ്ണവില ഏറിയും കുറഞ്ഞും നിൽക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ജൂലൈ 1-ന് 1,03,240 രൂപ എന്ന നിരക്കിലായിരുന്നു വ്യാപാരം നടന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില തിരിച്ചു കയറി. 3-ാം തീയതി 1,07,800 രൂപയായി വില കുതിച്ചതോടെ സ്വർണ്ണവിലയിലെ പ്രതീക്ഷ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വീണ്ടും സ്വർണ്ണവില ഇടിഞ്ഞത് സാധാരണക്കാർക്ക് പ്രതീക്ഷ നൽകി. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചുവട് പിടിച്ച് സ്വർണ്ണവില മാറി മറിയുന്നതിനാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില പ്രവചനാതീതമാണ്. യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ഏറ്റവും പുതിയ നയ അവലോകനത്തിന് ശേഷം പുറത്തിറങ്ങിയ റിപ്പോർട്ടുകൾ പ്രകാരം അടിസ്ഥാന പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഇത് സ്വർണ്ണവില കുറയാൻ കാരണമാകും. ഡോളർ മൂല്യവും വിലയെ സ്വാധീനിക്കും. ഇത്തരത്തിൽ വിലയിൽ നിരന്തരമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതടക്കം ശ്രദ്ധിച്ചു വേണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഒരുപക്ഷേ സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്ക് വരെ എത്താനും സാധ്യതയുണ്ടെന്ന് പ്രവചനങ്ങളുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.